ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡി സി ലോഡ് എന്ന് പറയുമ്പോൾ ഒരു LED ഹൈ പവർ LED ബൾബോ അല്ലെങ്കിൽ ഒരു മോട്ടോറോ അല്ലെങ്കിൽ ഒരു ഇൻകാൻഡിസെൻറ്റ് ലാമ്പോ അതിന് ഒരു സോഫ്റ്റ് സ്റ്റാർട്ടും ഒരു സോഫ്റ്റ് സ്വിച്ച് ഓഫും നൽകുന്ന ഒരു സർക്യൂട്ടാണ്. സോഫ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യമേ ചെറുതായിട്ട് മങ്ങിക്കത്തി പതുക്കെ ബ്രൈറ്റ്നസ് കൂടി ഫുൾ ബ്രൈറ്റ്നസ് ആവും. ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് IRFC 44N എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു N ചാനൽ മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഈ മോസ്ഫെറ്റിന് മാക്സിമം 55 വോൾട്ട് 49 ആംപിയർ വരെയും താങ്ങാനുള്ള ശേഷിയുണ്ട്. ഞാനിത് 9 വോൾട്ട് ഉള്ള ഒരു ലോഡ് മുതൽ 24 വോൾട്ട് ലോഡ് വരെ 24 വോൾട്ട് ഒരു LED ബൾബാണ് ഞാൻ യൂസ് ചെയ്തത്. അതുവരെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ 55 വോൾട്ട് വരെ കപ്പാസിറ്റി ഉള്ള മോസ്ഫെറ്റ് ആയതുകൊണ്ട് 48 വോൾട്ട് വരെയൊക്കെ വളരെ സുഖമായിട്ട് ഇത് വർക്ക് ചെയ്യും. പിന്നെ ഈ സർക്യൂട്ടിന് 2 റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഒരു ഓൺ ഓഫ് സ്വിച്ചും ഒരു മോസ്ഫെറ്റും പിന്നെ ലോഡും ഇത്രയേ ഉള്ളൂ കോമ്പോണൻസ് ആയിട്ട്. വളരെ സിമ്പിളാണ്. നമുക്കൊരു PCBയുടെ ആവശ്യം പോലും ഇല്ല ഇത് അസംബിൾ ചെയ്യാൻ. നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ പവറുള്ള ഒരു മോസ്ഫെറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്രയും പവറുള്ള ലോഡിനെ ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. മനസ്സിലൊരു ഐഡിയ ഉണ്ട്. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നേരെ ട്രയാക്കിൻ്റെ ഗേറ്റ് കൊടുത്തിട്ട് ആ ട്രയാക്കിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു AC ലോഡ് കൊടുത്ത് അതിനെ വളരെ സോഫ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും സോഫ്റ്റായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാനും പറ്റും എന്നൊരു ഐഡിയ ഉണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പൊന്നുമില്ല. ഫ്രീ ടൈം കിട്ടുമ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. സർക്യൂട്ടിൻ്റെ അസംബ്ലിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. നമുക്കിനി ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സർക്യൂട്ട് വളരെ കോമ്പാക്റ്റ് അല്ലേ? ഞാനിതിന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ 20 വാട്ട് COB LED ആണ്. 20 വാട്ട് COB LED 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 1.5 ആംപിയറോളം കറണ്ട് എടുക്കും. ഞാൻ മോസ്ഫെറ്റിന് ഹീറ്റ് സിങ്ക് ഒന്നും കണക്ട് ചെയ്യുന്നില്ല. കാരണം എന്തൊന്നാലും 1.6 ആംപിയർ ആകുമ്പോൾ ചൂടാവും. നമ്മൾ ഹീറ്റ് സിങ്ക് കണക്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടാവണം. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തും ഓൺ ചെയ്ത് എടുക്കുന്നത് കാരണം വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഹീറ്റ് സിങ്ക് കൊടുക്കണം. പ്രത്യേകിച്ച് ഒരു 3 ആംപിയറിന് മുകളിൽ വലിക്കുകയാണെങ്കിൽ നല്ലൊരു ഹീറ്റ് സിങ്ക് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ടാവണം. നല്ല ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർ ഡേറ്റാ ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന അത്രയും കറണ്ട് ഇതിന് താങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആലോചിക്കേണ്ട, ഇത് അടിച്ചു. എൻ്റെ നിന്ന് തന്നെ ഇത് കുറേ അടിച്ചു പോയിട്ടുണ്ട്. കാരണം ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ടെസ്റ്റിംഗ് അല്ലേ, വളരെ പെട്ടെന്ന് ഓഫ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചെയ്യും. പക്ഷേ റെക്കോർഡ് ചെയ്യുന്ന തിരക്കിൽ ഇത്തിരി സമയം കൂടി പോകും, അടിച്ചു പോകും. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് എഴുതി ചോദിക്കാൻ മറക്കല്ലേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പക്ഷേ ഡിസ്ലൈക്ക് ചെയ്യുമ്പം എന്താണ് റീസൺ എന്നും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. കാരണം എനിക്ക് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഈ സർക്യൂട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റിങ്ങിന് വേണ്ടി 12 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. COB LEDകളുടെ പ്രത്യേകത അറിയാലോ. ഇതിനകത്ത് റേറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജിനേക്കാൾ കൂടുതൽ കൊടുത്താൽ അത് അടിച്ചു പോകും. ഇനി നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സ്കീമാറ്റിക് ഡയഗ്രാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനകത്ത് ഇതിൻ്റെ ഗേറ്റിനും ഡ്രെയിനിനും ഇടയ്ക്ക് നമ്മളൊരു കപ്പാസിറ്റർ കൊടുത്തേക്കുന്നുണ്ടാവും. 1 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് തീരുമാനിക്കുന്നത് എത്രമാത്രം ഡിലേ ആവണം. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് സ്വിച്ച് ഓഫ് കണ്ടീഷനിലായിരിക്കുമ്പോൾ LED വഴി ഈ കപ്പാസിറ്ററിന് പോസിറ്റീവ് സപ്ലൈ കിട്ടും. നെഗറ്റീവ് സപ്ലൈ എങ്ങനെ വരുന്നത് 1 മെഗാ ഓം റെസിസ്റ്റർ വഴിയാണ് ഇതിന് നെഗറ്റീവ്. അങ്ങനെ ഈ കപ്പാസിറ്റർ ചാർജിങ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഫുള്ളി ചാർജ്ഡ് കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യും? ഈ ഗേറ്റ് ഓൺ ആവില്ല. അതായത് ഗേറ്റ് ഓൺ ആവില്ല, ഈ മോസ്ഫെറ്റ് ഓൺ ആവില്ല. കാരണം വെച്ചാൽ കപ്പാസിറ്റർ ചാർജ്ഡ് പൊസിഷനിൽ ഇരിക്കുകയാണല്ലോ, അതിന് പിന്നെ സപ്ലൈ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ 1 മെഗാ ഓം വഴി ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ ഡിസ്ചാർജ് ചെയ്ത് ഇതിൻ്റെ സപ്ലൈ കുറയുന്നതനുസരിച്ച് ഈ ഗേറ്റ് പതുക്കെ ഓണായിട്ട് ഫുള്ളി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് ഫുൾ ബ്രൈറ്റ്നസ്സിൽ അല്ലെങ്കിൽ ഫുൾ പവറിൽ ഈ ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെയാണ് ഈ LED ഫുൾ ബ്രൈറ്റ്നസ്സിൽ കത്തുന്നത്. നിങ്ങൾക്ക് ഈ ഡിലേ അല്പം കൂടെ കൂട്ടണമെങ്കിൽ ഈ 1 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിനെ ഒരല്പം കൂടെ കൂട്ടിക്കൊടുത്താൽ മതിയാവും. നിങ്ങൾക്ക് ഈ 12 വോൾട്ട് LEDക്ക് പകരം മോട്ടോർ യൂസ് ചെയ്യാം കേട്ടോ. 12 വോൾട്ടിൻ്റെയോ 24 വോൾട്ടേജിൻ്റെയോ 48 വോൾട്ടേജിൻ്റെയോ മോട്ടോർ യൂസ് ചെയ്താൽ ഈ മോട്ടോർ വളരെ സോഫ്റ്റായിട്ട് സ്റ്റാർട്ട് ആവും. നമുക്കിതിൻ്റെ ടെസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. കണ്ടാൽ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അല്ലാതെ ടപ്പെന്നും പറഞ്ഞല്ല ഓൺ ആവുന്നത്. വളരെ സോഫ്റ്റായിട്ട് ഓൺ ആവുന്നുണ്ട്. ഓഫ് ആവുമ്പോഴും അതുപോലെ വളരെ സോഫ്റ്റായിട്ടാണ് ഓഫ് ആവുന്നത്. ഞാൻ സ്റ്റുഡിയോയിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാമേ. അടിപൊളി സർക്യൂട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നണില്ലേ? ഈ സർക്യൂട്ട് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിൽ തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.